ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജില്ലയിലെ മുഴുവൻ നവകേരള സദസ്സ് പ്രവർത്തികൾക്കും സർക്കാരിൽ നിന്നും ഭരണാനുമതി ലഭിച്ചതായി ജില്ലാ വികസന സമിതി യോഗം. കരകൗശല വിദഗ്ധരുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണന മേള ബീച്ചിൽ സമാപിച്ചു. ഇൻഷുറൻസ് മേഖലയിലെ വേഗത്തിലുള്ള പരിഷ്കരണ നടപടികൾ ലൈഫ് ഇൻഷുറൻസ് രംഗത്തേറെ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷൻ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഫെബ്രുവരി 3-നും 4-നും ബാലുശ്ശേരിയിൽ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ജില്ലയിലെ മുഴുവൻ നവകേരള സദസ്സ് പ്രവർത്തികൾക്കും സർക്കാരിൽ നിന്നും ഭരണാനുമതി ലഭിച്ചതായും ഇതിൽ 16 എണ്ണത്തിന്റെ കരാർ പ്രവർത്തികൾ ആരംഭിച്ചതായും ജില്ലാ വികസന സമിതി യോഗം. വികസന പദ്ധതികൾ അവലോകനം ചെയ്ത യോഗത്തിൽ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അധ്യക്ഷത വഹിച്ചു. 91 കോടി രൂപയുടെ 23 പദ്ധതികളിൽ 19 എണ്ണത്തിനാണ് സാങ്കേതികാനുമതി ലഭ്യമായത്. ജില്ലയിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലെയും വികസന പ്രവൃത്തികളും യോഗത്തിൽ പരിശോധിച്ചു. SIR-മായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ വകുപ്പുകളിൽ ഉദ്യോഗസ്ഥരില്ലാത്തത് MLA ഫണ്ട് പ്രവൃത്തികൾ പതുക്കെയാവാൻ കാരണമായതായും ഇതിൽ ഇടപെടൽ വേണമെന്നും KK രമ MLA ആവശ്യപ്പെട്ടു. വടകര ജില്ലാ ആശുപത്രിയിൽ സൂപ്രണ്ടില്ലാത്ത പ്രശ്നം പരിഹരിക്കണമെന്നും MLA പറഞ്ഞു. ആവിക്കൽ തോട് നവീകരണം വേഗത്തിലാക്കാൻ തോട്ടത്തിൽ രവീന്ദ്രൻ MLA നിർദ്ദേശിച്ചു. കാരപ്പറമ്പ് ബാലുശ്ശേരി റോഡ് പ്രവൃത്തിയുടെ ഭാഗമായുള്ള നഷ്ടപരിഹാര തുക വേഗത്തിൽ വിതരണം ചെയ്യണമെന്നും അദ്ദേഹം യോഗത്തിൽ ആവശ്യപ്പെട്ടു. പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലെ നിർമ്മാണ പ്രവൃത്തികളുടെ സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിച്ച് നടപടികൾ വേഗത്തിലാക്കണമെന്ന് TP രാമകൃഷ്ണൻ MLA പറഞ്ഞു. കുന്നമംഗലം നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ PT റഹീം MLA നിർദ്ദേശം നൽകി. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അധ്യക്ഷത വഹിച്ചു. അത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്ക് കോഴിക്കോടില് ഐ എം ഷുവർ 10,000 മുകളിലെ പ്രോജക്ട്സ് നമുക്ക് ഉണ്ടാവും. പക്ഷെ നമുക്ക് അതൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അത് നമ്മുടെ ഓൾ ഇന്ത്യ ലെവലിൽ അത് ഒരു ലോ ആയിട്ട് പെർഫോമൻസ് ഞാൻ കാണിക്കുന്നത്. പിന്നെ രണ്ടാമതൊരു മേജർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്കീമാണ് PMDDKY. കൃഷി റിലേറ്റഡ് ആണ്. അത് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ തന്നെ നോക്കുന്നുണ്ട്. ഇതിൽ ഓൾറെഡി ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റി നമുക്ക് ആയിട്ടുണ്ട്. ബട്ട് lot of major departments are already involved. Data collection are already complete. But അതിന്റെ data correction ഇപ്പോൾ നമുക്ക് നടത്തുകയാണ്. ജാനുവരിയിലേക്ക് ഡേറ്റയിലെ ഇംപ്രൂവ്മെന്റും ഇംപ്ലിമെന്റേഷനും ഒക്കെ ഡീറ്റെയിലായിട്ട് we have to go through and ensure that it's being done properly. So അതും നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം. ബാക്കി കോമൺ ഇഷ്യൂസ് എന്താണോ നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം. ഫോർ എക്സാമ്പിൾ നാഷണൽ ഹൈവേ റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ട്. പിന്നെ വാട്ടർ അതോറിറ്റി PWD റിലേറ്റഡ് റോഡ് കൺസ്ട്രക്ഷൻ ഇഷ്യൂസ് ഉണ്ട്. അത് കോമൺ ഇഷ്യൂസ് ആണ്. അത് നമുക്ക് അജണ്ടയിലേക്ക് പോകാം. ആൻഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ കൊട്ടാരത്തിൽ, സബ് കളക്ടർ S ഗൗതം രാജ്, ADM C മുഹമ്മദ് റഫീഖ്, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ PR രത്നേഷ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കരകൗശല വിദഗ്ധരുടെ മികച്ച ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണന മേള ബീച്ച് ആസ്പിൻ കോർട്ട്യാർഡിൽ നടന്നു. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K രാജീവ് ഉദ്ഘാടനം നിർവഹിച്ചു. ഭാരത സർക്കാർ MSME മന്ത്രാലയം നടപ്പിലാക്കി വരുന്ന പ്രധാനമന്ത്രി വിശ്വകർമ്മ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സൂക്ഷ്മ ചെറുകിട ഇടത്തര സംരംഭക മന്ത്രാലയത്തിന്റെ സംസ്ഥാനതല ഓഫീസറായ MSME ഡെവലപ്മെന്റ് ആൻഡ് ഫെസിലിറ്റേഷൻ ഓഫീസ് കരകൗശല വിദഗ്ധരുടെ മികച്ച ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണന മേള PM വിശ്വകർമ്മ പദ്ധതി ഗുണഭോക്താക്കളുടെ ഉൽപ്പന്നങ്ങളുടെ വിപണന സൗകര്യം വർദ്ധിപ്പിക്കാനുള്ള മേള കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K രാജീവ് ഉദ്ഘാടനം നിർവഹിച്ചു. എന്താ പറയുക, തൊഴിലിൻ്റെ ലഭ്യതക്കുറവ്, അവരുടെ വരുമാനത്തിലുണ്ടാകുന്ന കുറച്ചിലുകൾ, ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് പരമ്പരാഗത വ്യവസായ മേഖലയ്ക്കകത്ത് തൊഴിലെടുത്ത് ജീവിച്ചു വരുന്ന ആളുകളുടെ എണ്ണത്തിൽ വലിയ നിലയിലേക്കുള്ള കുറവ് സ്വാഭാവികമായിട്ട് നമ്മുടെ സമൂഹത്തിനകത്ത് ഉണ്ടായി വരുന്നു. അസിസ്റ്റന്റ് ഡയറക്ടർ ലജിത മോൾ അധ്യക്ഷത വഹിച്ചു.
രാവിലെ 11 മണി മുതൽ രാത്രി 9 മണി വരെയാണ് പ്രവേശനം സൗജന്യമാണ്. മേളയോടനുബന്ധിച്ച് സംരംഭകത്വ വികസനവുമായി ബന്ധപ്പെട്ട ആരോഗ്യ സൗജന്യ സെമിനാറുകൾ, നിരവധി പരിശോധന, കളിമൺ ആഭരണ നിർമ്മാണ പരിശീലനം എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. പരിപാടി ഏറെ പ്രയോജനപ്രദമെന്ന് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇൻഷുറൻസ് മേഖലയിലെ വേഗത്തിലുള്ള പരിഷ്കരണ നടപടികൾ ലൈഫ് ഇൻഷുറൻസ് മേഖലയിലേറെ പ്രതിസന്ധികൾ സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷൻ. കോഴിക്കോട് ഡിവിഷൻ സമ്മേളനത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. ഞങ്ങളുടെ 14ാമത് ഡിവിഷൻ സമ്മേളനം വരുന്ന ഈ 4-ാം തീയതി ഫറൂഖ് വെച്ച് നടക്കുകയാണ്. LICയെ സംബന്ധിച്ചിടത്തോളം ഇതിലെ 14 ലക്ഷത്തോളം വരുന്ന ഏജന്റുമാർ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ IRDAയും LIC ഉൾപ്പെടെയുള്ള പൊതുമേഖല സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളുമെല്ലാം തന്നെ എങ്ങനെ പ്രവർത്തിക്കണം എന്നത് സംബന്ധിച്ച് IRDAയുടെ ഡയറക്ഷൻ ഉണ്ട്. ആ ഡയറക്ഷൻസിൽ ഒട്ടുമിക്കവാറും പ്രൈവറ്റ് കമ്പനികളെ സഹായിക്കുന്നതും പൊതുമേഖല ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനമായ LICയെ ക്ഷീണിപ്പിക്കുന്നതും അതിൻ്റെ പ്രവർത്തനത്തെ മന്ദീഭവിക്കുന്നതുമാണ് IRDAയുടെ നിലപാട്. ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷൻ കോഴിക്കോട് ഡിവിഷൻ സമ്മേളനം ഫെബ്രുവരി 4-ന് ഫറൂഖ് റോയൽ അലയൻസിൽ നടക്കും. ഫറൂഖ് മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ PK ഷബീർ അലി ഉദ്ഘാടനം ചെയ്യും. LIC ഏജന്റുമാരുടെ വെട്ടിക്കുറച്ച കമ്മീഷൻ പുനഃസ്ഥാപിക്കുക, ഏജന്റുമാർക്ക് പ്രതിമാസം 10,000 രൂപ പെൻഷൻ അനുവദിക്കുക, ഏജന്റുമാരുടെ ഗ്രൂപ്പ് ഇൻഷുറൻസ് 25 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുക, ഏജന്റുമാർക്ക് ESI അനുവദിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങളാണ് സമ്മേളനം ഉന്നയിക്കുന്നത്. 1956-ൽ LIC രൂപീകരിച്ച കാലത്ത് നിർണയിച്ച കമ്മീഷന്റെ അതേ മാനദണ്ഡത്തിലാണ് ഞങ്ങൾ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാലോചിതമായി കമ്മീഷൻ വർധനവ് വരുത്തണം, മറ്റാനുകൂല്യങ്ങൾ വരുത്തണം എന്ന് ഞങ്ങൾ മുദ്രാവാക്യം മുഴക്കുമ്പോഴാണ് നിലവിലുണ്ടായിരുന്ന കമ്മീഷനിൽ 5%. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ചായ ചായ വിളി തുടങ്ങി. ഉഷേ ചായ. ഉഷ ഇവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛനൊരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ? റിട്ടയേർഡ് CI ചായ ഉണ്ടാക്കാൻ. അതിനൊരു വഴിയുണ്ട്, വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ഉവ്വേ, ടേസ്റ്റി ചായ ഈസിയായി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു.
കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഫെബ്രുവരി 3-4 തീയതികളിൽ ബാലുശ്ശേരിയിൽ നടക്കും. ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരുടെ സംഘടനയായ COA 15ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നൊരുക്കമായാണ് ജില്ലാ സമ്മേളനം. അതിന്റെ സമ്മേളനത്തിന് ഈ അവസരത്തിൽ കാലികമായ പ്രസക്തി വളരെയേറെയാണ്. രാജ്യം സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷനും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനം ഇന്റർനെറ്റ് അവകാശം ആയി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സംസ്ഥാനത്തും കേരളത്തിലെ പൊതുസമൂഹത്തിൽ അതുപോലെ തന്നെ ഭവനങ്ങളിലും സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ഇന്റർനെറ്റ് അധിഷ്ഠിതമായിട്ടുള്ള സൗകര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിന് ഏറ്റവും മുന്നിൽ നിന്നുകൊണ്ട് കേരളത്തിൽ 15 ലക്ഷത്തിലധികം ഇന്റർനെറ്റ് വരിക്കാരും 35 ലക്ഷത്തോളം ഡിജിറ്റൽ TV വരിക്കാരുമുള്ള ഒരു കമ്പനിയെ സൃഷ്ടിച്ചുകൊണ്ട് സമൂഹത്തോടൊപ്പം ചേർന്ന് നിന്നാണ് ഈ ഒരു കമ്പനി പ്രവർത്തിച്ചു വരുന്നത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COA കേരളത്തിലെ 30 ലക്ഷം വീടുകളിൽ ഡിജിറ്റൽ കണക്ഷനുകളും 15 ലക്ഷം വീടുകളിൽ ബ്രോഡ്ബാൻഡ് കണക്ഷനുകളും നൽകി വരുന്നു. കേരള വിഷൻ എന്റർടൈൻമെന്റ് ചാനൽ, കേരള വിഷൻ ന്യൂസ് 24/7, ന്യൂസ് മലയാളം, സിഡ്കോ എന്ന സഹകരണ സംഘം, NH അൻവർ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നീ സംവിധാനങ്ങളും COAയുടെ കീഴിലുണ്ട്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 15ാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള കോഴിക്കോട് ജില്ലാ സമ്മേളനം ഫെബ്രുവരി 3-4 തീയതികളിൽ ബാലുശ്ശേരിയിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരുടെ അതിജീവനത്തിന് വേണ്ടിയിട്ട് ഏകദേശം 95-2000 കാലഘട്ടങ്ങളിൽ രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. എന്നാൽ ഇന്ന് കഴിഞ്ഞ ഡിജിറ്റലൈസേഷൻ കാലത്ത് ഇന്ത്യക്ക് തന്നെ മാതൃകയാവുന്ന രീതിയിൽ കേരളത്തിലെ നമ്പർ 1 ഡിജിറ്റൽ TV ബ്രോഡ്ബാൻഡ് സേവനദാതാക്കളായി മാറുന്ന രീതിയിലേക്കുള്ള കമ്പനികളുടെ ഉടമകളാക്കി ഈ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരെ മാറ്റിയെടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് സത്യനാഥൻ KP, സെക്രട്ടറി O ഉണ്ണികൃഷ്ണൻ, ട്രഷറർ ജയദേവ് KS എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. NIT സംഘം തിരുനാവായയിൽ കുംഭമേളയിൽ പങ്കെടുത്തു. ഗവേഷകരും അധ്യാപകരും വിദ്യാർത്ഥികളും കുംഭമേളയിലെത്തി. NIT ഇന്ത്യൻ നോളജ് സിസ്റ്റം നേതൃത്വം നൽകി. NIT ഇന്ത്യൻ നോളജ് സിസ്റ്റംസിന്റെ ആഭിമുഖ്യത്തിൽ ഗവേഷകരും അധ്യാപകരും വിദ്യാർത്ഥികളും തിരുനാവായിൽ കുംഭമേളയിൽ പങ്കെടുത്തു. ഇന്ത്യൻ നോളജ് സിസ്റ്റംസ് മേധാവി പ്രൊഫസർ ഡോക്ടർ ആശിഷ് അവസ്ഥി, ഗവേഷകൻ പ്രൊഫസർ വർഗീസ് മാത്യു എന്നിവരുടെ നേതൃത്വത്തിലാണ് സംഘം പോയത്. തിരുനാവായയുടെ സാംസ്കാരിക ചരിത്രവും ഗണിത ജ്യോതിശാസ്ത്ര പാരമ്പര്യവും എന്ന വിഷയത്തിൽ NITയിലെ വിദഗ്ധർ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവാഘോഷ പരിപാടികൾ ജനുവരി 25 മുതൽ 31 വരെ നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ എടവലത്ത് പുടയൂർ കുബേരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ഉത്സവാഘോഷ പരിപാടികളുടെ ഭാഗമായി കലവറ നിറയ്ക്കൽ, പ്രാസാദ ശുദ്ധി, കൊടിയേറ്റം, ഭജന, ധന്വന്തരി ഹോമം എന്നീ ചടങ്ങുകൾ നടന്നു. ശിവശക്തി നൃത്തവിദ്യാലയത്തിന്റെയും പ്രാദേശിക കലാകാരന്മാരുടെയും നൃത്തനൃത്യങ്ങൾ വേദിയിലെത്തി. ഡോക്ടർ വിനോദ മങ്ങത്തായയുടെ പ്രഭാഷണം ഭക്തർക്ക് വിജ്ഞാനത്തിനും വിവേകത്തിനും ഉതകുന്നതായിരുന്നു. 2 ദിവസങ്ങളിൽ അമൃത ഭോജനവും ഒരുക്കി. പള്ളിവേട്ടയ്ക്ക് ശേഷം ദേവന്റെ നഗര പ്രദക്ഷിണവും നടന്നു. സർപ്പബലിയും 100 പാലും ചടങ്ങുകളും ഉത്സവത്തോടനുബന്ധിച്ച് നടന്നു. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ചടങ്ങുകളും പൂർത്തിയാക്കി ആറാട്ടോടെ ഉത്സവം സമാപിച്ചു. ആറാട്ട് ദിനത്തിൽ ആറാട്ട് സദ്യയും ഒരുക്കിയിരുന്നു. ഫെബ്രുവരി 15 നടക്കുന്ന ശിവരാത്രി ആഘോഷങ്ങൾക്കായി ഒരുങ്ങുകയാണ് ക്ഷേത്രവും ഭക്തജനങ്ങളും. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ.
ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഇന്നെന്താ ഓഫീസിൽ നിന്ന് വൈകിയത്? ഒന്നും പറയണ്ട, നല്ല തിരക്കായിരുന്നു. ഇന്നും പാല് വാങ്ങാൻ മറന്നോ? ഞാനത് അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞ ഞാൻ വാങ്ങിച്ചു. അതും മിൽമയുടെ ലോങ് ലൈഫ് പാൽ. ഇത് ഒരുപാടുണ്ടല്ലോ, ഇത്രയും വാങ്ങിയ കേടാവില്ലേ? ഇല്ലെന്നേ, അതിനെക്കുറിച്ചൊക്കെ ഞാൻ പഠിച്ചു. മിൽമ ലോങ് ലൈഫ് പാൽ അത്യാധുനിക UHT സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സംസ്കരിച്ച് അണുവിമുക്തമാക്കി 5 ലെയർ അസെപ്റ്റിക് പാക്കിംഗിലാണ് ലഭിക്കുന്നത്. തണുപ്പിക്കാതെ തന്നെ 3 മാസം വരെ കേടാവാതിരിക്കും. പാക്കറ്റ് പൊട്ടിച്ച ശേഷം മാത്രം തണുപ്പിച്ച് സൂക്ഷിച്ചാൽ മതി. കൂടാതെ വൈറ്റമിൻ എയും ഡിയും ഉണ്ട്. മായ ഒന്നുമില്ല. സാങ്കേതിക വിദ്യ പോയ പോക്കെ. വിശ്വസിക്കാം മിൽമയെ. അപ്പൊ ഇനി പാല് മുടങ്ങില്ലല്ലേ? ഇനി വാങ്ങാം മിൽമ ലോങ് ലൈഫ് പാൽ. സേഫ് ആണ്, ഹെൽത്തി ആണ്. മിൽമ, കേരളം കണി കണ്ടുണരുന്നു. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. സ്ഥലം മാറി പോകുന്ന ഫറൂഖ് സബ് ഡിവിഷനിലെ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് AM സിദ്ദിഖിന് ഫറൂഖ് പ്രസ് ക്ലബ്ബ് യാത്രയപ്പൊരുക്കി. ഫറൂഖ് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് P ഷാജി പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. തിരൂർ ഡിവൈഎസ്പിയായി സ്ഥലം മാറിപ്പോകുന്ന ഫറൂഖ് സബ് ഡിവിഷനിലെ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് AM സിദ്ദിഖിന് ഫറൂഖ് പ്രസ് ക്ലബ്ബ് യാത്രയയപ്പ് നൽകി. ഫറൂഖിലെ ക്രമസമാധാന പരിപാലനത്തിലും ജനകീയ ഇടപെടലുകളിലും ACP നടത്തിയ മാതൃകാപരമായ പ്രവർത്തനങ്ങളെ ചടങ്ങിൽ പ്രശംസിച്ചു. പ്രസ് ക്ലബ് പ്രസിഡന്റ് P ഷാജി അധ്യക്ഷത വഹിച്ചു. നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഇരിക്കുന്ന സമയത്ത് ആ സ്ഥാനം അതൊരു മഹത്തായ സ്ഥാനമാണ് എന്നത് നമ്മളാണ് തിരിച്ചറിയുന്നത്, ഇരിക്കുന്ന ആളുകളാണ്. ഇപ്പൊ പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ് അല്ലെ സെക്രട്ടറി എന്ന് പറയുന്നത് അത് ഫറൂഖിന്റെ ഒരു പ്രത്യേക സ്ഥാനമാണ്, മഹത്തായ സ്ഥാനം എന്നത് ഇരിക്കുന്ന ആൾ തിരിച്ചറിയണം. അതുപോലെ ACP എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാൻ എന്നോട് ചോദിക്കുന്നത് എന്റെ കടമകൾ എന്തൊക്കെയാണ്. അപ്പോ പോലീസ് സ്റ്റേഷനിൽ ഇതുപോലെ വരുന്ന സമയത്ത് എനിക്ക് 100% അറിയാം ഇവിടെ ഭരണപക്ഷമോ അല്ലെങ്കിൽ പ്രതിപക്ഷമോ ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ആളായിട്ട് പ്രവർത്തിച്ചു എന്ന് ഒരിക്കലും പറയില്ല എന്നറിയാം. പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിനായിരിക്കും പറയാനുള്ള, സാധാരണ അങ്ങനെ പറയാറ്. പക്ഷെ അത് ഒരിക്കലും പറയാനുള്ള ഒരു അവസരം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്, അങ്ങനെയല്ലേ എനിക്ക് തോന്നുന്നത്. അതൊക്കെ ഇവര് എന്നോട് തിരിച്ചുള്ള ഒരു സമീപനം കൂടിയാണ്. ഫറൂഖ് പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ TS ശ്രീജിത്ത് മുഖ്യാതിഥിയായി. സെക്രട്ടറി ഇർഷാദ് കല്ലംപാറ, ട്രഷറർ NP പ്രമോദ് ബാബു, വിനീഷ് കടക്കാട്, സതീഷ് കൊല്ലനങ്കണ്ടി, സലീം പാടത്ത്, ഫറൂഖ് മുനിസിപ്പൽ കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് P രാധാകൃഷ്ണൻ, സെക്രട്ടറി സക്കീർ പാറക്കാട്ട്, രാമനാട്ടുകര ഏരിയ റെസിഡൻസ് ഏകോപന സമിതി പ്രസിഡന്റ് KC രവീന്ദ്രനാഥ്, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ബേപ്പൂർ മണ്ഡലം ട്രഷറർ PM അജ്മൽ, അജിത് കുമാർ പൊന്നേമ്പറമ്പത്ത്, KTM മജീദ്, KT മുരളി, മുല്ലപ്പള്ളി അഹമ്മദ് കോയ, MK അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. P മുരളീധരന്റെ ചെറുകഥാ സമാഹാരം സംഘയാത്രയുടെ നടവഴിയിൽ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ഐസക് ഈപ്പനിൽ നിന്നും ശ്രീകുമാർ മൂത്തേടത്ത് പുസ്തകം ഏറ്റുവാങ്ങി. പുരോഗമന കലാ സാഹിത്യ സംഘം കോഴിക്കോട് നോർത്ത് മേഖലാ കമ്മിറ്റിയും മൊകവൂർ PG ലൈബ്രറിയും ചേർന്നാണ് പുസ്തക പ്രകാശനം സംഘടിപ്പിച്ചത്. വോയിസ് അമ്പലപ്പടി ഹാളിൽ നടന്ന പുസ്തക പ്രകാശന ചടങ്ങിൽ പുരോഗമന കലാ സാഹിത്യ സംഘം നോർത്ത് മേഖലാ സെക്രട്ടറി ബൈജു അധ്യക്ഷത വഹിച്ചു. കഥാകൃത്ത് ഐസക് ഈപ്പൻ പുസ്തകം പ്രകാശനം ചെയ്തു. സാമൂഹ്യ പ്രവർത്തകൻ ശ്രീകുമാർ മൂത്തേടത്ത് പുസ്തകം സ്വീകരിച്ചു. കവി ബൈജു ലൈലരാജ് പുസ്തകം പരിചയപ്പെടുത്തി. പുരോഗമന കലാ സാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി U ഹേമന്ത് കുമാർ, കോർപ്പറേഷൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മനോജ്, കൗൺസിലർ SM തുഷാര, പുരോഗമന കലാ സാഹിത്യ സംഘം നോർത്ത് മേഖലാ പ്രസിഡന്റ് രേഖ തുടങ്ങിയവർ സംസാരിച്ചു. PG ലൈബ്രറി പ്രസിഡന്റ് P രഘുനാഥൻ,
പുരോഗമന കലാസാഹിത്യ സംഘം എരഞ്ഞിക്കൽ യൂണിറ്റ് സെക്രട്ടറി AT രതീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ശ്രീ വളയനാട് ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി നടന്നുവരുന്ന കലാപരിപാടികൾ ശ്രദ്ധേയമാകുന്നു. നിരവധി ഭക്തജനങ്ങളാണ് കലാവിരുന്ന് ആസ്വദിക്കാനായി എത്തുന്നത്. ശീതൽ ഗിരീഷിന്റെ ക്ലാസിക്കൽ നൃത്തം അരങ്ങേറി. വളയനാട് ദേവിക്കുള്ള സമർപ്പണമായാണ് ക്ഷേത്രവേദിയിൽ ചിലങ്കയണിയുന്ന ഓരോ കലാകാരന്മാരും നടത്തുന്നത്. ഉത്സവ ദിവസങ്ങളിൽ ദേവീ സന്നിധിയിൽ ചുവടുവെക്കുന്നത് പുണ്യമായും കലാജീവിതത്തിൽ ഐശ്വര്യവും അനുഗ്രഹവും നേടിത്തരുമെന്നും കരുതുന്നു. ശാസ്ത്രീയ നൃത്തങ്ങളും തായമ്പക, സംഗീതാർച്ചന, ഓട്ടൻതുള്ളൽ, ഗ്രൂപ്പ് ഡാൻസ്, സെമി ക്ലാസിക്കൽ നൃത്തം, ഭക്തിഗാനമേള, ദേവീ മഹാത്മ്യം, നാരായണീയം പാരായണം, ഭജന, നൃത്തശില്പം, ലാസ്യകേളി, ഫ്യൂഷൻ ഡാൻസുകൾ എന്നീ നിരവധി കലാ അവതരണങ്ങളാണ് വേദികളെ ധന്യമാക്കുന്നത്. പ്രദേശവാസികളായ കലാകാരന്മാർക്കു പുറമെ കേരളത്തിനകത്തും പുറത്തുമുള്ള പ്രശസ്തരായ കലാകാരന്മാരും വളയനാട് ദേവീ സന്നിധിയിൽ കലാ അവതരണങ്ങൾക്കായി എത്താറുണ്ട്. കോഴിക്കോടിന്റെ സംസ്കാരത്തോടും ഐതിഹ്യത്തോടും ഏറെ ചേർന്നു നിൽക്കുന്ന ശ്രീ വളയനാട് ദേവീ ക്ഷേത്രം ക്ഷേത്ര ചടങ്ങുകൾ കൊണ്ടും ഉത്സവ രീതികൾ കൊണ്ടും വ്യത്യസ്തമാണ്. കോഴിക്കോട്ടെ സാമൂതിരി രാജാക്കന്മാരുടെ ഉപാസനാമൂർത്തിയായ ശ്രീ വളയനാട് ഭഗവതി പിൻതലമുറകൾക്കും ഐശ്വര്യവും രക്ഷയും ചൊരിഞ്ഞ് നിലകൊള്ളുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിലെ മുഴുവൻ നവകേരള സദസ്സ് പ്രവർത്തികൾക്കും സർക്കാരിൽ നിന്നും ഭരണാനുമതി ലഭിച്ചതായി ജില്ലാ വികസന സമിതി യോഗം. കരകൗശല വിദഗ്ധരുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണന മേള ബീച്ചിൽ സമാപിച്ചു. ഇൻഷുറൻസ് മേഖലയിലെ വേഗത്തിലുള്ള പരിഷ്കരണ നടപടികൾ ലൈഫ് ഇൻഷുറൻസ് രംഗത്തേറെ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷൻ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഫെബ്രുവരി 3-നും 4-നും ബാലുശ്ശേരിയിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.